അപ്പം നമുക്ക് കുഞ്ഞു സ്നേഹയുടെ കഥ കേൾക്കാം. ആ ജീപ്പിൽ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു ലുങ്കി കാറ്റത്ത് പറക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞു സ്നേഹം മനസ്സിൽ പറഞ്ഞു, അച്ഛൻ്റെ ലുങ്കി പോലെ തന്നെയുണ്ട്. കുഞ്ഞു സ്നേഹം നടയൊക്കെ ഇറങ്ങി താഴെ വന്നപ്പോൾ ആ ജീപ്പ് പോയതുപോലെ തന്നെ തിരിച്ചു വന്ന് കുഞ്ഞു സ്നേഹയുടെ അരികിൽ നിർത്തി. അച്ഛൻ്റെ അനിയൻ ഭാസ്കരൻ കൊച്ചച്ഛൻ കുഞ്ഞു സ്നേഹയെ വാരിയെടുത്തു. അപ്പോൾ ജീപ്പ് മലയിലേക്ക് പോകാനുള്ളതാകും എന്ന് കുഞ്ഞു സ്നേഹ കരുതിയേ. ആ കൊച്ചച്ഛൻ കരയുന്നുണ്ടായിരുന്നു. കുഞ്ഞു സ്നേഹ പറഞ്ഞു, കൊച്ചച്ഛ മല്ലി എടുക്കട്ടെ. കൊച്ചച്ഛൻ അതൊക്കെ എടുത്തു കുഞ്ഞേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ രാജു കൊച്ചച്ഛൻ്റെ മടിയിലും ഡ്രൈവറിൻ്റെ മടിയിലുമായിട്ട് ഒരാൾ കിടപ്പുണ്ടായിരുന്നു. കുഞ്ഞു സ്നേഹ എത്തി വലിഞ്ഞു നോക്കിയപ്പോൾ അത് അച്ഛനായിരുന്നു. അച്ഛൻ എന്ത് പറ്റിയതാ എന്ന് പറഞ്ഞു കുഞ്ഞു സ്നേഹ കരഞ്ഞു. അപ്പോൾ എല്ലാവരും കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു, അച്ഛന് ചങ്കിൽ വേദനയാണ്, മരുന്ന് കൊടുത്തു, അതുകൊണ്ട് ഉറങ്ങുവായെന്ന്, കുഞ്ഞ് കരയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. പോകുന്ന വഴിയിലൊക്കെ വണ്ടി നിർത്തി ആളുകളോട് എന്തോ സ്വകാര്യം പറയുന്നുണ്ടായിരുന്നു വേറെ ഒരാൾ. അത് അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു. അങ്ങനെ ജീപ്പ് മലയിലെത്തി. അപ്പോൾ അവിടെ ഒരാൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ, എന്നെ ഇരുത്തിയിട്ട് നീ പോയോടാ മോനെ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ചങ്കിനിട്ടിടിച്ച് കരയുന്നുണ്ടായിരുന്നു. കുഞ്ഞു സ്നേഹ ഓടി ചാച്ചൻ്റെ മടിയിലിരുന്നു, കയ്യിൽ പിടിച്ചു. അപ്പോൾ ചാച്ചൻ കുഞ്ഞു സ്നേഹയെ കെട്ടിപ്പിടിച്ചു. എന്തൊരു ജന്മമാ കുഞ്ഞേ നിനക്ക് ആരുമില്ലാതായല്ലോ എന്ന് പറഞ്ഞു വീണ്ടും കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് സ്നേഹയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ വീട് നിറയെ ആളുകളായിരുന്നു. എല്ലാവരും കരയുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ ഇളയ പെങ്ങൾ ഒരു കുട്ടിയെ കാട്ടിയിട്ട് ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെ നോക്കി പറഞ്ഞു, ഞാൻ ഇതിനെ കൊന്നേനേലോ അപ്പച്ചൻ പോകുമെന്നറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഏതോ കാലുള്ള നാളിലാണ് ആ കുഞ്ഞ് ജനിച്ചത്. അമ്മാവൻ കാൽ എന്നൊക്കെ നേരത്തെ പറയുന്നത് കുഞ്ഞു സ്നേഹ കേട്ടിട്ടുണ്ട്. പിറ്റേന്ന് കുഞ്ഞു സ്നേഹയാണ് അച്ഛൻ്റെ കർമ്മം ചെയ്തത്. ഏട്ടൻ എത്തിയിരുന്നില്ല. അങ്ങനെ അച്ഛനെ പറമ്പിൽ അടക്കം ചെയ്തു. പിറ്റേന്ന് ഏട്ടൻ വന്നു. അച്ഛനെ കാണണം, ഞാൻ ഒരുപാട് അച്ഛനെ വിഷമിപ്പിച്ചു, എനിക്ക് മാന്തി കാട്ടിത്താ എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ കരയുന്നുണ്ടായിരുന്നു. ഏട്ടനെയും കുഞ്ഞു സ്നേഹയെയും തറവാട്ടിലേക്ക് കൊച്ചച്ഛന്മാർ കൂട്ടിക്കൊണ്ടുപോയി. പിറ്റേന്ന് കുഞ്ഞു സ്നേഹയുടെ അമ്മയും എത്തി. ചായപ്പിലിരുന്ന് അമ്മ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം നാട്ടിലുള്ള പ്രമാണിമാരൊക്കെ എത്തി. കാപ്പിൽ തോമസ് അതുപോലെയുള്ള ചിലരൊക്കെ വന്ന് വീതം വയ്ക്കുന്നതിനെക്കുറിച്ച് കൂടിയാലോചിച്ചു. വീടും പറമ്പും വീടിൻ്റെ പരിസരത്തുള്ളതും രണ്ടാനമ്മയ്ക്കും കുട്ടിക്കും, അതിന് താഴേക്കുള്ള സ്ഥലം ഇവർക്കുമായിട്ട് വീതം വെച്ചു. ബാക്കി കഥ നാളെ കേട്ടോ.